അവിടെ എങ്ങനെ അകത്ത് കയറാൻ പറ്റൂ, അതോ തിരക്കുണ്ടായിരിക്കുമോ, കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എനിക്ക് മിക്സഡ് റിവ്യൂസ് ആണ് ഈ ഒരു ദേവസ്വം പറ്റി കിട്ടിയിട്ടുള്ളത്. നമ്മൾ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് വെറും 700 മീറ്റർ മാത്രമാണ് അമ്പലത്തിലേക്കുള്ള ദൂരം. പക്ഷേ ലഗേജും കുട്ടിയും എല്ലാവരുമായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ എടുക്കുന്നത്. നമ്മളങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തി. നമ്മൾ ആദ്യം തന്നെ പോയത് ദേവസ്വത്തിൻ്റെ റൂം കിട്ടുമെന്ന് നോക്കാനാണ്. റൂം അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ നമ്മൾ ആ റൂം എടുക്കേണ്ടെന്നാണ് തീരുമാനിച്ച് മറ്റൊരു റൂമാണ് എടുത്തത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ റൂമിൽ നിന്ന് കുളിച്ചു റെഡിയായി നമ്മൾ അമ്പലത്തിൽ വൈകുന്നേരം തൊഴാനായിട്ട് പോവുകയാണ്. ഇതാണ് സരസ്വതി മണ്ഡപം. നാളെ ഇവിടെയാണ് പവിയെ എഴുത്തിനിരുത്താനായിട്ട് കൊണ്ടുവരേണ്ടത്. ഞങ്ങൾ അടിപൊളിയായിട്ട് ദേവിയെ തൊഴുതു. തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് തൊഴാനായിട്ട് സാധിച്ചു. ഞങ്ങൾ അടുത്തതായിട്ട് അന്നപ്രസാദം കഴിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 9:30 വരെ ഇവിടെ രാത്രിയിൽ അന്നദാനം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെയും അവൈലബിൾ ആണ്. തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അകത്തോട്ട് കയറാനായിട്ട് സാധിച്ചു. ഇവിടെ നമുക്ക് വരുന്ന വഴി കാണാനായിട്ട് പറ്റും. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ എത്രമാത്രം തിരക്കുണ്ടെന്നുള്ളത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഊണ് വാങ്ങി. ഇവിടെ നമുക്ക് ആദ്യം ഒരു വൈറ്റ് റൈസ്, അതുപോലെ തന്നെ ഒരു മസാല ഉരുളക്കിഴങ്ങ് പയർ പോലെ കിട്ടുന്ന കറി, അതുപോലെ തന്നെ രസം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യം കിട്ടുക. അത് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ രസവും മോരും എല്ലാം അവൈലബിൾ ആണ്. എല്ലാ കടയിലും കയറി എല്ലാ സാധനത്തിൻ്റെയും വില തിരക്കുന്നുണ്ട്. ഒന്നും അവന് വേണ്ട, പക്ഷെ എല്ലാത്തിൻ്റെയും വില അറിയണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. ഇന്ന് 11-ാം തീയതി രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ എഴുത്തിനിരുത്താനായിട്ട് പോവുകയാണ്. ഇന്ന് അവിടെ എങ്ങനെ അകത്ത് കയറാൻ പറ്റൂ, അതോ തിരക്കുണ്ടായിരിക്കുമോ, കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചിന്മയി എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി നമ്മളൊരു മസാല ദോശ കഴിച്ചു. ഇന്നലെ രാത്രിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി തിരക്കുണ്ട് ഇന്ന്. അപ്പോൾ നമ്മൾ വിദ്യാരംഭത്തിനുള്ള ചീട്ടൊക്കെ എടുത്തു. നമ്മൾ എഴുത്തിനിരുത്താനായിട്ട് പോവുകയാണ്. ഞങ്ങളങ്ങനെ വിദ്യാരംഭമൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നമ്മൾ വഴിപാട് മേടിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഏതൊക്കെ വഴിപാടുകളാണുള്ളത്, അത് ഓരോന്നും റേറ്റ് എത്രയാണ്, അതെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊരു ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. राधे राधे
നമുക്ക് 3 തരത്തിലാണ് ദേവീനെ ദർശിക്കാനായിട്ട് സാധിക്കുക. ഒന്ന് ഫ്രീ ദർശനമുണ്ട്, പിന്നെ 100 രൂപയ്ക്കുള്ള സ്പെഷ്യൽ ദർശനമുണ്ട്, പിന്നെ 500 രൂപയ്ക്കുള്ള ഡയറക്റ്റ് എൻട്രൻസ് ഉണ്ട്. ഇതിൽ 500 രൂപയ്ക്ക് 2 ആൾക്കാർക്കായിരിക്കും കയറാനായിട്ട് പറ്റുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സമ്പ്രദായത്തോട് ഒട്ടും താല്പര്യമില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിലും മിക്ക അമ്പലങ്ങളിലും ഇങ്ങനെ കാണുന്നുണ്ട്. ബട്ട് എനിക്കൊട്ടും പേഴ്സണലി അതിനോട് യോജിക്കാനായിട്ട് പറ്റില്ല. ദേവീനെ കാണാനാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് കാണുന്നതന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രായമായ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒരു പ്രത്യേക സൗകര്യം, അത് പൈസ വാങ്ങാതെ എന്തെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് അരിപ്പായസം ഉൾപ്പെടെയുള്ള അന്നപ്രസാദവും കഴിച്ച് മൂകാംബിക ക്ഷേത്രത്തിനോട് വിട പറയുവാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദേവസ്വത്തിൽ റൂം എടുക്കാതെ മറ്റൊരു റൂം എടുത്തത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ദേവസ്വത്തിൽ റൂം എടുക്കാനായിട്ട് നമ്മൾ ചെന്നു. ഇന്ന് തിരക്കായിരിക്കും എനിക്ക് അറിയാമായിരുന്നുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്തില്ല. കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ.com വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് AC റൂം, അതുപോലെ തന്നെ ഡബിൾ, സിംഗിൾ എല്ലാ റൂമും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം റൂം വേക്കൻറ്റും ആയിരുന്നു. 36-37 റൂമാണ് മൊത്തത്തിൽ AC റൂം ഉള്ളത്. അതിൽ 20ഓളം വേക്കൻറ്റ് ഉണ്ടായിരുന്നു. 800 രൂപയാണ് AC റൂമിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഡയറക്റ്റ് ബുക്കിംഗ് ഇല്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് മിക്സഡ് റിവ്യൂസ് ആണ് ഈ ഒരു ദേവസ്വം റൂമിനെ പറ്റി കിട്ടിയിട്ടുള്ളത്. അതായത് ചിലർ പറയുന്നു നല്ല റൂമാണ്, ചിലർ പറയുന്നു വളരെ മോശമാണ്, ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലർക്ക് കോക്രോച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ മിക്സഡ് റിവ്യൂസ് കിട്ടിയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആ റൂം കണ്ടതിന് ശേഷം ബുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ദേവസ്വത്തിലേക്ക് ഡയറക്റ്റ് എത്തിയത്. നമുക്ക് ലളിതാംബിക അതുപോലെ ജഗദാംബിക 2 എണ്ണമാണുള്ളത്. അപ്പോൾ അതിൽ ഡയറക്റ്റ് നമ്മളോട് എത്തിയ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല, ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും റൂമിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു. നമ്മളൊരു റൂം എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞും കൂടെ ഉള്ളപ്പോൾ റൂം എടുക്കുമ്പോൾ റൂം കാണാതെ എങ്ങനെയാണ് അത് ബുക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വേണ്ട, വേറെ ഏതെങ്കിലും നോക്കാവുന്ന രീതിയിൽ പുറത്തേക്ക് അവന് ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങി. ആ സമയത്തുള്ള റൂം വേണമെന്ന് ചോദിച്ചു വന്നു. തിരക്കുന്നില്ല കാരണം എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും 500 മുതലുള്ള റൂമുകളുണ്ടെന്ന് പറഞ്ഞു. 500, 600, 700, 800, 1000, 1500 AC എല്ലാ റൂമും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് വാതിക്കലാന്ന് പറഞ്ഞു. ഓക്കെ, പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ലഗേജ് എടുത്ത് നേരെ ഇവിടെ വന്നപ്പോഴത്തേക്കും അവർ ഏകദേശം 3-4 റൂമുകൾ കാണിച്ചു തന്നു. 2 AC റൂമും പിന്നെ 2 വേറെ റൂമുകളെല്ലാം കാണിച്ചു തന്നു. അതിൽ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ജസ്റ്റ് 600 രൂപയുടെ റൂമാണ്. ഇതാണ് നമ്മൾ 600 രൂപയ്ക്ക് എടുത്ത റൂം. ഇത് ആക്ച്വലി അമ്പലത്തിൻ്റെ നേരെ വാതിക്കെ, അതായത് കൊല്ലൂർ മൂകാംബിക ദേവി ടെമ്പിളിൻ്റെ മെയിൻ നടയുടെ നേരെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങാൻ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അവിടുന്ന് നേരെ വരുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു 50 മീറ്റർ പോലും തികച്ചില്ല, തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ റൂം കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 600 രൂപയ്ക്ക് നല്ല അടിപൊളി റൂമാണ്. എനിക്ക് തോന്നുന്നു 800 രൂപയുടെ കാണിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് ഒരു 600 രൂപയുടെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ദേവസ്വം റൂം ബുക്ക് ചെയ്യാൻ മറ്റൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് രാവിലെ 9 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ഉടുപ്പിയിലേക്ക് പോകാനാണ്, ബസ്സിനാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് മൂകാംബിക അമ്പലത്തിൽ നിന്ന് അന്നദാനം കൂടി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഈ ലളിതാംബിക എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്, ലഗേജുമായിട്ട് നടക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് കുട്ടിയായിട്ട്. പിന്നെ ഈ ജഗദാംബിക തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ 9 മണിക്കാണ് ചെക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അമ്പലത്തിൽ ഇറങ്ങിയാൽ 9 മണിക്കുള്ളിൽ തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ചെക്കൗട്ടിന് ശേഷമായിരിക്കും നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ലഗേജ് എല്ലാം ഇതിൻ്റെ ഒരു ലഗേജ് റൂമിൽ കൊണ്ട് വെച്ച് തിരിച്ചും നമുക്കൊന്ന് ഫ്രഷ് ആകണം, ഒരു 2-5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് പോയിന്റ്സ് ഉള്ള കാരണമാണ് ഞാൻ ദേവസ്വത്തിൻ്റെ റൂം എടുക്കാതിരുന്നത്. മറ്റൊരു അർത്ഥത്തിൽ നോക്കിയാൽ ഈ ദേവസ്വത്തിൻ്റെ റൂമുകൾ നല്ലതാണ്. അതായത് ഞാൻ ക്വാളിറ്റി വൈസ് അല്ല പറയുന്നത്, അവിടുത്തെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും എപ്പോഴും. അതായത് സീസൺ ടൈം ആണെങ്കിലും സീസൺ അല്ലാത്ത ടൈം ആണെങ്കിലും ഫിക്സഡ് റേറ്റ് ആയിരിക്കും. നമ്മളെടുത്തത് ഈ 600 രൂപയ്ക്ക് ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ നെക്സ്റ്റ് ഒരു ടൈമിൽ കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല റൂമാണ്. അപ്പോൾ ആ സമയത്ത് 600 രൂപ കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് കിട്ടി. അതേസമയത്ത് ദേവസ്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് റേറ്റ് ആണ്, നമുക്ക് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വരുന്നതിന് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഡെയിലി ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സീസൺ നല്ല റഷുള്ളൊരു ടൈം ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ്, ID കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാൻ എന്തായാലും അടിയിൽ ഏത് വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ദേവസ്വത്തിൻ്റെ റൂമുകൾ ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ റൂം ഞാൻ കയറിയിട്ടില്ല ഇതുവരെ, ഞാൻ അതിൻ്റെ റീസൺ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, റേറ്റ് എത്രയാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ താഴെ കൊടുത്തേക്കാം കേട്ടോ. നമ്മളിപ്പോൾ മൂകാംബികയിൽ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത് നമ്മൾ ഉടുപ്പിയാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഉടുപ്പിയിലെ കാഴ്ചകളും അതുപോലെ ഇവിടെ നിന്നുള്ള ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.